ഇവിടെ ആലപ്പുഴ SKSF സോണൽ കമ്മിറ്റിയും കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ആലപ്പുഴ മണ്ഡലം കമ്മിറ്റിയും പരസ്പരം കൈമാറിയ കത്തുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് AJ പാർക്ക് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ച സംവാദ വ്യവസ്ഥയിലാണ് നമ്മളെല്ലാവരും പങ്കെടുത്തിട്ടുള്ളത്. ഇരുപക്ഷത്തു നിന്നും ഏഴ് വീതം പണ്ഡിതന്മാർ, അതുപോലെ ഓരോ മധ്യസ്ഥർ, 3 ക്യാമറ ഓപ്പറേറ്റേഴ്സ്, 4 വീതം വോളണ്ടിയേഴ്സ്, ഇത്രയാണ് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. വളരെ സമയം കുറച്ച് വൈകിയിട്ടാണ് നമ്മൾ തീരുമാനിച്ചതിനേക്കാൾ വൈകിയിട്ടാണ് പരിപാടി ആരംഭിക്കുന്നത്. ഏതായാലും ഒരു വ്യവസ്ഥ തയ്യാറാക്കാൻ വിഷയം ആദ്യമേ തീരുമാനമായതുകൊണ്ട് തൗഹീദ്, ശിർക്ക് എന്ന വിഷയത്തിൽ സംവാദം നടത്തണമെന്ന് ഇരുപക്ഷവും പരസ്പരം കത്തുകൾ കൈമാറിയതിന്റെ അടിസ്ഥാനത്തിൽ വിഷയത്തിന്റെ പേരിൽ ഇനി ഒരു സമയദൈർഘ്യം ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വാദങ്ങളൊക്കെ പരസ്പരം കൈമാറി സാധാരണഗതിയിൽ നടക്കുന്നത് പോലെ 2 പക്ഷത്തെ ആളുകൾക്കും സംവാദങ്ങളിലൊക്കെ പങ്കെടുത്തിട്ട് നല്ല പരിചയമുള്ള ആളുകളായതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ മുമ്പേ നടന്നതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമാക്കാവുന്നതുമാണ്. ഇനി സംവാദം എന്ന് നടത്തണം, എവിടെ നടത്തണം, എപ്പോൾ നടത്തണം എന്ന കാര്യത്തിൽ കൂടി വളരെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമായി ഇരുപക്ഷത്തിന്റെയും വാദങ്ങൾ മധ്യസ്ഥന്മാരെയൊക്കെ കൈമാറിയാൽ മറ്റുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ഏതായാലും വളരെ നല്ല രീതിയിൽ ഈ പരിപാടികളൊക്കെ, ഈ സംവാദ വ്യവസ്ഥ അവസാനിപ്പിച്ച് അടുത്ത ഒരു ദിവസങ്ങളിൽ തന്നെ ഇവിടെ ആലപ്പുഴയിൽ വെച്ചുകൊണ്ട് തൗഹീദ്, ശിർക്ക് എന്ന വിഷയത്തിൽ ഒരു സംവാദം നടത്താൻ, അതുമൂലം ആളുകൾക്ക് സത്യം മനസ്സിലാക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് വളരെ സജീവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين.
നമ്മള് 4 കൊല്ലം കൊണ്ട് ഈ കാര്യത്തിലേക്ക് ചർച്ചയും പല പരിപാടികളിലും പോകും, സംസാരവും എല്ലാം നടന്ന് അവസാനം ഇല്ല ഈ ഒരു അവസ്ഥയിൽ വന്നിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ നീക്കണം. ഇത്രത്തോളമായ സ്ഥിതിക്ക് നമുക്ക് ഈ ഒരു കാര്യം കൂടെ നടന്നു കഴിഞ്ഞാൽ ദിവസം തീരുമാനിച്ചിട്ട് സഹോദരൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി സമയം കൊണ്ട് താമസിപ്പിക്കുന്നില്ല, കാര്യത്തിലോട്ട് കിടക്കാം. എല്ലാ പ്രത്യേകം സ്വാഗതം. ഒരു ഭാഗം എത്ര മിനിറ്റ് വരെ സംസാരിക്കണം ഒരു സമയത്ത്. പിന്നെ ഒരു ഭാഗം ഒരു ഭാഗം മാക്സിമം എത്ര അത്ര സംസാരിക്കണമെന്നില്ല, മാക്സിമം എത്ര സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഈ വിഷയത്തില് ഇപ്പൊ നമ്മള് വിഷയം ഓൾറെഡി ആയിട്ടുണ്ടല്ലോ. വിഷയം എന്ന് വെച്ചാൽ വാദം എഴുതല്ലേ. ഇനി വാദങ്ങൾ പരസ്പരം എഴുതി തരികയാണെങ്കിൽ ഏറ്റവും നന്നായി. ആയിക്കോട്ടെ, വാദം എഴുതുന്നതിന് മുമ്പ് ഒരു സംസാരിക്കേണ്ടി വന്നാൽ ഒരു സംഘം എത്ര മിനിറ്റ് വരെ സംസാരിക്കാം മാക്സിമം? സംസാരിക്കേണ്ടി വന്നൊരു 3 മിനിറ്റ് വീതം, 3 മിനിറ്റ് വീതം സംസാരിക്കാം. സംസാരിക്കേണ്ട ആവശ്യം വന്നാലും വാദം എഴുതി കൈമാറുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് കൈമാറുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് രണ്ട് വിഭാഗത്തിൽ നിന്നുള്ള വാദം കിട്ടിയിട്ടുണ്ട്. സുന്നി പക്ഷത്തു നിന്നുള്ള വാദം, വിഷയം തൗഹീദും ശിർക്കും. വാദം മുജാഹിദുകൾ പ്രചരിപ്പിക്കുന്ന തൗഹീദും ആരോപിക്കുന്ന ശിർക്കും ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധം. സുന്നി പക്ഷത്തിൽ നിന്ന് ഇവിടെ ലഭ്യമായ വാദം മുജാഹിദുകൾ പ്രചരിപ്പിക്കുന്ന തൗഹീദും ആരോപിക്കുന്ന ശിർക്കും ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. മുജാഹിദ് വാദം, ബദരീങ്ങളെ കാക്കണേ, മുഹ്യിദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്നിങ്ങനെ അല്ലാഹു അല്ലാത്തവരോട് ദുആ ഇരക്കൽ ശിർക്ക്. മുജാഹിദ് വാദം, ബദരീങ്ങളെ കാക്കണേ, മുഹ്യിദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്നിങ്ങനെ അല്ലാഹു അല്ലാത്തവരോട് ദുആ ഇരക്കൽ ശിർക്കാണ്. സുന്നി വാദം, മുജാഹിദുകൾ പ്രചരിപ്പിക്കുന്ന തൗഹീദും ആരോപിക്കുന്ന ശിർക്കും ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. ഇങ്ങനെ 2 വാദങ്ങളാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നമ്മുടെ വിഷയം തൗഹീദും ശിർക്കും എന്നാണ് നമ്മുടെ വിഷയം. 2 പക്ഷക്കാരും വളരെ ശ്രദ്ധിക്കണം. നമ്മളിവിടെ പരസ്പരം തീരുമാനിച്ചത് തൗഹീദും ശിർക്കും എന്ന വിഷയത്തിൽ സംവാദം നടത്തുവാനാണ്. അതിൽ നിന്ന് സുന്നി പക്ഷത്തിന്റെ വാദമായിട്ട് ലഭ്യമായിട്ടുള്ള മുജാഹിദുകൾ പ്രചരിപ്പിക്കുന്ന തൗഹീദും ആരോപിക്കുന്ന ശിർക്കും ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എന്നും, മുജാഹിദ് വാദം ബദരീങ്ങളെ കാക്കണേ, മുഹ്യിദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്നിങ്ങനെ അല്ലാഹു അല്ലാത്തവരോട് ദുആ ഇരക്കൽ ശിർക്കാണ്. ഇത് സംബന്ധിച്ച് ഇനി ആർക്കെങ്കിലും സംസാരിക്കാനൊന്നുമില്ലെങ്കിൽ
പ്രമാണങ്ങളിലേക്ക് കിടക്കും. അൽഹംദുലില്ലാ. അപ്പൊ നമ്മുടെ വിഷയവും വാദവും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമായിട്ടുണ്ട്. അപ്പോ അതെ, ഇപ്പൊ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ഇനിയുള്ളത് പ്രമാണങ്ങള്. ഇപ്പൊ നമ്മൾ 1 വർഷം മുമ്പ് എഴുതിയതുപോലെയുള്ള ആവണയിലുള്ള പ്രമാണങ്ങള് ഇതിന്റെ മറ്റൊരു പേജിൽ പാദങ്ങൾ രണ്ടും സമയം സംവാദം ഇതിലും നേരത്തെ കഴിയുന്നുണ്ടോ? സംവാദ ഘടന വിഷയാവതരണം 30 മിനിറ്റ് വീതം. 2 വിഭാഗത്തിനും നറുക്കിട്ട് ആദ്യം വിഷയാവതന്മാർ തീരുമാനിക്കും. നറുക്കിട്ടിട്ട് ആരാണ് കിട്ടുന്നത് തീരുമാനിക്കും. ആദ്യം വിഷയം അവതരിപ്പിച്ചവരോട് രണ്ടാമത് വിഷയം അവതരിപ്പിച്ചവർ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, രണ്ടാമത് അവതാരകന്മാരോട് പിന്നീട് ഒന്നാം അവതാരകന്മാർ ചോദ്യം ചോദിക്കുന്നതായിരിക്കും. പിന്നെ 4 മിനിറ്റ് ചോദ്യം, 5 മിനിറ്റ് ഉത്തരം, അങ്ങനെ 10 വീതം ചോദ്യോത്തരം. അവലോകനം അവസാനം 10 മിനിറ്റ് അവലോകനം. അവലോകനം നറുക്കിലൂടെ തീരുമാനിക്കും. രാവിലെ 9 മണിക്ക് ആരംഭിക്കും. സമയം പിന്നെ ദിവസം പിന്നെ ഡേറ്റാണ് വിനോദാത്മക വിഷയം. 10 വീതം പണ്ഡിതന്മാർ, 90+90 സുന്നി മുജാഹിദ് സദസ്യൻ. 10+10 വളണ്ടിയേഴ്സ്. 2 ഭാഗത്തും 10 വീതം മുറ. ക്യാമറ 2 ഭാഗത്തും 8 വീതം ആളുകൾ, ഓരോ വ്യത്യസ്തം. പിന്നെ ഓഡിറ്റോറിയം, സെറ്റ്, മറ്റ് പ്രാദേശിക സംഘടനാ കാര്യങ്ങൾ നല്ല ചുമതലപ്പെടുത്തുന്നില്ല. ഇതിന് പ്രമാണമുള്ളത് പ്രമാണം 1 ഖുർആൻ, 2 സഹീഹായ ഹദീസ് പകൽ പ്രമാണയോഗ്യമായ, 3 സ്ഥിരപ്പെട്ട ഇജ്മാ, 4 വ്യക്തമായ ഖിയാസ്. NP ഓരോ വിഭാഗം ഉദ്ധരിക്കുന്ന തെളിവുകൾ മറുവിഭാഗം ആവശ്യപ്പെട്ടാൽ മധ്യസ്ഥന്മാർ മുഖേന കാണിച്ചു കൊടുക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ വന്നിരിക്കുന്നത് ഡേറ്റ് മാർച്ച് 31 ഒരു ഞായറാഴ്ചയാണ്. മാർച്ച് 31 മാർച്ചിൽ എപ്പോഴും റെഡിയാണ്. മാർച്ച് 3 ആയിക്കോട്ടെ.
മാർച്ച് 1. പ്രാദേശിക കമ്മിറ്റികൾ പരസ്പരം ആലോചിച്ച് തീരുമാനിക്കും. രണ്ടുപേരെ ചുമതലപ്പെടുത്താം. ഇതൊരു സെറ്റിംഗ് സംഘാടകരോട് 9 സെറ്റിംഗ് ഇതുപോലെ ഇനിയുള്ളൊരു സംവാദത്തിന് കുറെ സമയം ആവശ്യമായി വരും. അതുകൊണ്ട് 9 മണിയാകുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും നമുക്ക് പരിപാടി കൃത്യം 9:30 തന്നെ തുടങ്ങിയാലേ ഉള്ളൂ. വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മുടെ പരിപാടി അവസാനിക്കും. പൊതുവായുള്ള ചെലവ് വിഭാഗം അല്ലെ? പൊതുവായ ചെലവ് വിഭാഗം ഓഡിറ്റോറിയവും അതുപോലെ തന്നെ മൈക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇരുവിഭാഗവും ഒരുമിച്ചാണ് ചെയ്യേണ്ടത്. അത് ബുക്ക് ചെയ്യുന്നതും തീരുമാനിക്കുന്നതും ബുക്ക് ചെയ്യുന്നതും എല്ലാം ഇരുവിഭാഗവും ഒരുമിച്ച് ചെയ്യണം. അതിൽ പിന്നെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ പറ്റും. നമ്മൾ ഒരു സെഷൻ കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണത്തിന് നിസ്കാരം നിർത്താറില്ലേ? നമ്മളവിടെ ചെയ്ത് ഒരു സെഷൻ കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യണം. ധാരാളം ആശ്രയിച്ച് വന്നാൽ ഇടക്ക് മുറിക്കണ്ട. ബ്രേക്ക് ഇടുന്നല്ല അധികം വരും. നിസ്കാരത്തിനും ഭക്ഷണത്തിനും 1 മണിക്കൂർ മാക്സിമം അല്ലേ? പരമാവധി 1 മണിക്കൂർ. എത്ര മണിക്ക് തുടങ്ങാം? നമ്മൾ 9:30 ഫസ്റ്റ് സൂചി 8 മണിക്കാണ്. 10 മണിക്ക് തുടങ്ങിയത് കൂടും. അപ്പോൾ അരമണിക്കൂർ 12 മണി. ഇവിടെ നമ്മൾ മുമ്പേ തീരുമാനിച്ചതുപോലെ വിഷയം തൗഹീദും ശിർക്കും. പിന്നെ 2 വിഭാഗത്തിന്റെ വാദങ്ങൾ. സുന്നി വിഭാഗത്തിന്റെ വാദം മുജാഹിദുകൾ പ്രചരിപ്പിക്കുന്ന തൗഹീദും ആരോപിക്കുന്ന ശിർക്കും ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. മുജാഹിദ് വാദം ബദരീങ്ങളെ കാക്കണേ, മുഹിയുദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്നിങ്ങനെ അള്ളാഹു അല്ലാത്തവരോട് ദുആ ഇരക്കൽ ശിർക്കാണ്. പ്രമാണം ഖുർആൻ. സംവാദ ഘടനയാണ് ഇനി വായിക്കുന്നത്. ഇത് പ്രമാണങ്ങൾ. ഇതിൽ പ്രമാണം ഖുർആന്, സഹിയായ ഹദീസ്, പ്രമാണ യോഗ്യമായ സ്ഥിരപ്പെട്ട ഇജ്മാ, വ്യക്തമായ ഖിയാസ്. ഒരു വിഭാഗം ഉദ്ധരിക്കുന്ന തെളിവുകൾ മറുവിഭാഗം ആവശ്യപ്പെട്ടാൽ മധ്യസ്ഥന്മാർ മുഖേന കാണിച്ചു കൊടുക്കേണ്ടതാണ്. ഇനി സംവാദത്തിന്റെ ഘടനയാണ്.
ശാസ്ത്രവൃക്ഷത്തില് മെസ്സേജും ഒരാൾ 10 ആൾക്ക് ഇതാണ് പണ്ഡിതന്മാരുള്ളത്, ഒരാൾക്ക് എന്തോ പ്രശ്നമുണ്ട്. ബാക്കി 9 ആളുകൾക്ക് എന്താണെന്ന് ചോദിച്ചത്. പക്ഷെ ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല. ഏകദേശം നിങ്ങളോട് ചേർന്ന് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാൻ നോക്കിയാണ്. പിന്നെ ഇരു വിഭാഗത്തിന്റെയും പ്രവർത്തകര് സാറേ, പിന്നെ ഇരു വിഭാഗത്തിന്റെയും പ്രവർത്തകര് ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട്. ഈ മാർച്ച് 3-ാം തീയതി നമ്മളിവിടെ നടത്താൻ തീരുമാനിക്കുന്നത് ഓഡിറ്റോറിയത്തിലാണ്. അന്ന് ഓഡിറ്റോറിയം അവൈലബിലിറ്റി വളരെ കമ്മിയായിരിക്കും. ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് വലിയ കോസ്റ്റും വരും. അവര് വേറെ പരിഹാരം ഒന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെയായിരിക്കും ഇനി നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഈ പരീക്ഷ സമയത്ത് ഞായറാഴ്ച പരീക്ഷ നോക്കണ്ട. മാർച്ച് 3-ന് സാധ്യത കുറവാണ്. ഞായറാഴ്ച അല്ല, നമുക്ക് ഈ ഓഡിറ്റോറിയം തന്നെയല്ലേ പറ്റുള്ളൂ, വേറെയുള്ള സ്ഥാപനങ്ങളൊന്നും പറ്റില്ല. മാറ്റി പിടിക്കുന്നതാണ് സൗകര്യം. ഓഡിറ്റോറിയം, സൗണ്ട്, മറ്റ് അനുബന്ധ കാര്യങ്ങൾക്ക് SKSSF ആലപ്പുഴ മേഖലയും കേന്ദ്ര ആലപ്പുഴ മണ്ഡല കമ്മിറ്റിയും ഇരു വർഷത്തിനും വേണ്ടി PA ഷിഹാബുദ്ദീൻ മുസ്ലിയാർ, AM സുധീർ മുസ്ലിയാർ എന്നിവരെ SKSF വിഭാഗത്തിൽ നിന്നും മുഹമ്മദ് ആസിഫ്, P നവാസ് കേന്ദ്രം വിഭാഗത്തിൽ നിന്നും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മധ്യസ്ഥന്മാരുടെ തീരുമാന പ്രകാരം നിസ്കാരത്തിനും ഭക്ഷണത്തിനും വേണ്ടി 1 മണിക്കൂർ ഇടവേള ഉണ്ടായിരിക്കുന്നതാണ്. സംവാദത്തിന് വേണ്ടി വരുന്ന പൊതുവായ ചെലവുകൾ ഈ വിഭാഗവും തുല്യമായി വഹിക്കേണ്ടതാണ്. ഇനി ഒന്നുകൂടി വിഷയങ്ങളും വാദങ്ങളും ഒന്നുകൂടി പറയാണ്, ശ്രദ്ധിക്കുക. വിഷയം തൗഹീദും ശിർക്കും. വാദം സുന്നി വാദം. മുജാഹിദുകൾ പ്രചരിപ്പിക്കുന്ന തൗഹീദും ആരോപിക്കുന്ന ശിർക്കും ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. മുജാഹിദ് വാദം ബദരീങ്ങളെ കാക്കണേ, മുഹിദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്നിങ്ങനെ അള്ളാഹു അല്ലാത്തവരോട് ദുആ ഇരക്കൽ ശിർക്കാം. പ്രമാണം ഖുർആൻ, സഹീഹായ ഹദീസ്, സ്ഥിരപ്പെട്ട ഇജ്മാ, വ്യക്തമായ ഖിയാസ്. ഒരു വിഭാഗം ഉദ്ധരിക്കുന്ന തെളിവുകൾ മറുവിഭാഗം ആവശ്യപ്പെട്ടാൽ മധ്യസ്ഥന്മാർ മുഖേന കാണിച്ചു കൊടുക്കേണ്ടതാണ്. രണ്ട് വിഭാഗം മധ്യസ്ഥ ഒപ്പിട്ട് കോപ്പി ഉണ്ട്.
ഈ കാര്യങ്ങളൊക്കെ ഓക്കെ. ഇപ്പൊ നമ്മുടെ ഈ കാര്യം മാർച്ച് 3-ാം തീയതി ഞായറാഴ്ച രാവിലെ 9:30 മണിക്ക് ഇവിടെയുള്ള 2 വിഭാഗം പ്രവർത്തകരും തീരുമാനിക്കുന്ന ഓഡിറ്റോറിയത്തിൽ വെച്ച് ആലപ്പുഴയിൽ വെച്ച് ഇൻഷാ അല്ലാഹ് നടത്താൻ ഈ വിഭാഗവും തീരുമാനിച്ചിരിക്കുന്നു. വിഷയം തൗഹീദും ശിർക്കും. പിന്നെ അതായത് നമുക്ക് ഒരു മണി സംഘടനാ ബേസിൽ സാങ്കേതികമായ ഒരുപാട് ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എഴുതുമ്പോൾ പ്രശ്നം ഉണ്ടാകണമെന്ന് നമ്മള് വേണമെങ്കിൽ ഇത് ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മുടെ 2 വ്യക്തികൾ എഴുന്നേറ്റിട്ട് അവരോടൊന്നും സംബോധന ചെയ്യുന്നത് നല്ലതല്ല. ഇത് കഴിഞ്ഞിട്ട് ശരിയാണ് നല്ല സ്നേഹത്തോടെ തന്നെ അതുകൊണ്ട് നമുക്ക് ചരിത്രപരമായിട്ടൊരു പുതിയ ആവശ്യമൊന്നുമില്ല. അപ്പൊ ഏതായാലും പിന്നെ ലൈവ് ഉള്ളത് കൊണ്ട് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യണമെന്ന് മനസ്സ് മൗലവി ആവശ്യപ്പെട്ടത് പ്രകാരം ഒരു 3 മിനിറ്റ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹുവിന്റെ മഹത്തായ നിഅമത്ത് കൊണ്ട് വർഷങ്ങളായി നമ്മുടെ ആലപ്പുഴയിൽ നടത്തണമെന്ന് നമ്മൾ ആഗ്രഹിച്ച ഒരുപാട് വിഷയങ്ങളിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളിൽ അടിസ്ഥാനപരമായ തൗഹീദ് ശിർക്ക് എന്ന വിഷയത്തിലുള്ള ഒരു സംവാദം അത് നടത്തുന്നതിലേക്ക് ആവശ്യമായ വ്യവസ്ഥയ്ക്ക് വേണ്ടിയാണ് ഇന്നിവിടെ ഒരുമിച്ച് കൂടിയത്. വളരെയധികം സൗഹാർദ്ദപരമായ ഒരു ഇടപെടൽ ഒരുപക്ഷെ കേരളത്തിൽ ഇതുവരെ നടന്ന സംവാദ വ്യവസ്ഥകളിൽ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് എഴുതി പൂർത്തിയാക്കിയ ഒരു സംവാദ വ്യവസ്ഥ ഇതായിരിക്കാം. ആ നിലയിൽ സൗഹാർദ്ദപരമായ ഒരു സംവാദം നടത്താൻ ആവശ്യമായ ഇടപെടൽ ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. മറുഭാഗത്ത് വന്ന പണ്ഡിതന്മാർ, അതോടൊപ്പം തന്നെ മുജാഹിദ് പക്ഷത്തു നിന്ന് പങ്കെടുത്ത പണ്ഡിതന്മാർ, ഇരുഭാഗവും ഈ ഒരു സംവാദത്തിലേക്ക് ആവശ്യമായ ആത്മാർത്ഥമായ ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത്. തീർച്ചയായും ഇതൊരു സ്വീകാര്യമായ മാതൃകാപരമായ ഒരു ഇടപെടലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ ഈ സംവാദം നടത്തി അതോടൊപ്പം തന്നെ ഇതുവഴി അള്ളാഹുവിന്റെ ദീൻ അതിൽ അർഹിക്കുന്ന ഗൗരവത്തിൽ ജനമനസ്സുകൾക്ക് കൈമാറാനുള്ള ഒരു നല്ല ഇടപെടലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഇത് ശ്രദ്ധിക്കുന്ന എല്ലാ ആളുകളും മാർച്ച് 3-ന് നടക്കുന്ന രാവിലെ 9:30 മുതൽ നടക്കുന്ന സംവാദം വീക്ഷിക്കുവാൻ വേണ്ടി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അവരുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ പരിപാടിയോടൊപ്പം സഹകരിക്കണമെന്ന് അറിയിക്കുകയാണ്. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ആത്മാർത്ഥമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ സുന്നി പക്ഷത്തെ പ്രതികരിച്ച് മുസ്തഫ അഷ്റഫി കപ്പൂർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ് വളരെ സന്തോഷത്തോടു കൂടെയാണ്
ഇന്നിവിടെ വ്യവസ്ഥയുടെ യോഗം പിരിയുന്നത്. നേരത്തെ അൻസ്മോനെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും ഇങ്ങനെ വ്യവസ്ഥ നടക്കുന്നത്. വളരെ കൃത്യമായി എല്ലാവരും എത്തിച്ചേർന്നു. വളരെ സന്തോഷത്തോടുകൂടെ പരസ്പരം കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മറുവാക്ക് പോലും പറയാതെ, വെറുപ്പിക്കുന്ന ഒരു വാക്ക് പോലും പറയാതെ, പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെ വളരെ നല്ല രീതിയിലുള്ള ഒരു വ്യവസ്ഥയാണ് ഇവിടെ നടന്നത്. ആലപ്പുഴയിൽ ഒരുപാട് കാലമായി നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് ഇവിടെ ഒരു സംവാദം നടക്കണമെന്ന്. ഒരുപാട് വർഷത്തൊരാഗ്രഹമാണ് ഇവിടെ സന്തോഷത്തോടുകൂടെ പൂർത്തീകരിക്കപ്പെടുന്നതിനുള്ളിൽ അതിയായ സന്തോഷം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. നേരത്തെ നിങ്ങളൊക്കെ ക്ഷണിച്ചതുപോലെ സുന്നിപക്ഷത്തിന് വേണ്ടിയും ഞങ്ങൾ ക്ഷണിക്കുന്നു. 2019 മാർച്ച് 3-ാം തീയതി ഞായറാഴ്ച രാവിലെ 9:30 ആരംഭിക്കുന്ന ആ സംവാദത്തിലേക്ക് എല്ലാവരെയും ഓൺലൈനിലൂടെ ലോകത്തിൻ്റെ അട്ടദിക്കുകളിൽ നിന്നുള്ള എല്ലാവരെയും അത് വീക്ഷിക്കുന്നതിന് വേണ്ടി ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ സംരംഭം ഇങ്ങനെ ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി സഹകരിച്ച എല്ലാവരോടും ഹൃദ്യമായ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. വഹ്റവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ഈ സംവാദ വ്യവസ്ഥ തയ്യാറാക്കുന്ന പരിപാടി അവസാനിച്ചിരിക്കുകയാണ്. ഇനി മാർച്ച് 3-ലേക്ക് നമ്മളെ ശ്രദ്ധയിലേക്ക് ഉടച്ചതിൻ്റെ രംഗത്താൽ വളരെ സൗഹാർദ്ദപരമായി തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകും. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, അപ്പോൾ മാർച്ച് 3-ാം തീയതി 2019 ഞായറാഴ്ച ഇൻഷാ അല്ലാഹ് അന്നത്തോടുകൂടി മുസ്ലിങ്ങൾക്കിടയിലുള്ള ഈ തൗഹീദ് ശിർക്ക് എന്ന വിഷയത്തിലുള്ള സംശയങ്ങൾക്കൊക്കെ ഒരു ദൂരീകരണം ഉണ്ടാവുകയും പരസ്പരമുള്ള ശിർക്ക് അതുപോലെയുള്ള ആരോപണങ്ങൾക്കൊക്കെ ഒരു അറുതി വരുമെന്നും ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവമായി എടുത്ത് എല്ലാവരും അത് വീക്ഷിക്കുന്നതിന് വേണ്ടി തയ്യാറാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ച് നിർത്തുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി. ആ കേൾക്കോ